ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം എറണാകുളം വരെ ഒന്ന് പോവുകയാണ്. അവിടുന്ന് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു ചെറിയ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറുക, ഒന്ന് ട്രാവൽ ചെയ്യുക, ഡെസ്റ്റിനേഷനിൽ ഇറങ്ങുക, അത്രയും മാത്രമേ ഇന്നത്തെ ഈ വ്ളോഗിൽ കാണത്തുള്ളൂ. അപ്പം ക്വൈറ്റ് എക്സൈറ്റഡ് ആണ്, കാരണം ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ഇത്രയും നാളായിട്ട് കയറാനുള്ളൊരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയത് കൊണ്ട് പോയേക്കാന്ന് തോന്നി. വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യമുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് എടുത്തൂടെ, എന്തായാലും സെയിം എക്സ്പെൻസസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അധികം നീട്ടുന്നില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. സിഗ്നൽ വീണു. ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറയുന്നത് വൈക്കം എറണാകുളം പോകുന്ന വഴിയാണ്. ഇപ്പൊ ഞാൻ ഈ കയറുന്നത് കോട്ടയത്തുനിന്ന് മൂവാറ്റുപുഴ പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് മൂവാറ്റുപുഴ 42 കിലോമീറ്റർ. നമ്മൾ മൂവാറ്റുപുഴ ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം 41 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലേക്ക്. ഇപ്പം സമയം 1:52. റീച്ചിങ് ടൈം ഏകദേശം 3 മണിയാണ് കാണിക്കുന്നത്. അതിന് മുമ്പേ എത്തണമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സിഗ്നൽ മൂവാറ്റുപുഴ തന്നെയാണ്, പെരുമ്പാവൂരിനെ ആസ്പദമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അയ്യോ, പെട്രോള് വാർണിംഗ് ലൈറ്റ് വന്നു. അടുത്ത ഇനി പെട്രോൾ പമ്പിൽ കയറണം. ഇടത്തെ സൈഡിൽ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അടുത്ത ടാസ്ക് ഇതാണ്. വണ്ടി ആരും നിർത്തി തരത്തില്ല. വണ്ടി ഇല്ലാത്ത ടൈം നോക്കി എടുത്തെടുക്കണം. സിഗ്നൽ ഇട്ടാൽ ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഞങ്ങൾ പോയിട്ട് പോയാൽ മതി എന്നാണ്. ഇപ്പം കറക്റ്റ് 2 മണിയായി. ഇനി ഏകദേശം ഒരു 30 കിലോമീറ്ററും കൂടെ ആണ് കാണിക്കുന്നത്. ഇവിടുന്ന് 44 മിനിറ്റ്. 3 മണിയായിരുന്നു ആദ്യമേ എസ്റ്റിമേറ്റ് ടൈം. 2:45 കുറഞ്ഞു. അപ്പോൾ 15 മിനിറ്റ് ഫാസ്റ്റിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. പെരുമ്പാവൂർ ടൗൺ എത്തി. സിഗ്നലൊന്നും ഇല്ലേ? സിഗ്നൽ വർക്കിംഗ് അല്ല, പോലീസുകാരായിരിക്കും നിൽക്കുന്നതെന്നാണ്.
കാലടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഇവിടെ നിന്ന് ഇനി അടുത്ത ലെഫ്റ്റ്. ചേച്ചി വൺ ഡേ പാർക്കിങ് അതിന്റെ നാളെ വൈകിട്ടത്തെ ഓക്കെ. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. AC എല്ലാം ഓഫ് ചെയ്ത ഗ്ലാസ് എല്ലാം നമുക്ക് കയറട്ടെ. രണ്ട് മാസ്ക് വെച്ചിട്ട് പോയേക്കാം. ഇനി അതിൻ്റെ പേരിൽ കൊറോണ ഇനിയും പിടിക്കണ്ട. തീർന്നില്ല, ഗ്ലൗസും ഉണ്ട്. നമുക്ക് പോയിട്ട് വരാം. അപ്പം നമ്മൾ പ്ലെയിൻ കയറാൻ പോവുകയാണ് ആക്ച്വലി. ഇതേണ്ടേ CSFകാരൊക്കെ ടാക്സിയിലൊക്കെയാണ് ഇപ്പോൾ ഓടുന്നത്. ഇവിടെ ഭയങ്കര വെയിൽ, അതാണ് ഒന്നും കാണുന്നില്ല. ബാക്കിയല്ല ഇനി ചെന്നിട്ട് കാണാം. ഡൊമസ്റ്റിക്കിലുള്ള തിരക്കാണ് ആക്ച്വലി ഇത്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് അകത്ത് കയറി ബോർഡിങ് അനൗൺസ് ചെയ്തു. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തരുന്നൊരു കവറാണ്. അതിനകത്ത് ഫേസ് ഷീൽഡ്, മാസ്ക്, സാനിറ്റൈസർ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഇൻഡിഗോ 6C375.
നിങ്ങൾ ആ താഴെ കാണുന്നത് ബാംഗ്ലൂർ സിറ്റിയാണ്. ശരിക്കും എന്ത് രസമല്ല മേളിൽ നിന്ന് ഇങ്ങനെ കാണാനായിട്ട്. ഞാൻ വളരെ ലേറ്റാണ് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യാനായിട്ട്. ശരിക്കും നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഫൈനലി ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. ഇനി ആ നേരെ കാണുന്ന ഇൻഡിഗോയുടെ തന്നെ ബസ്സിൽ കയറി ബാംഗ്ലൂർ എയർപോർട്ടിനകത്ത് കയറണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് യാത്ര ട്രൂലി അമേസിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുമായിരുന്നു നേരത്തെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ശരിക്കും വൺ അമേസിംഗ് ട്രാവൽ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. കാരണം എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരിക. അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾ എടുത്താൽ മതി. ജസ്റ്റ് ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് ടൈം പാസ് വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.